നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിന് മുന്നോടിയായി ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ അന്തർ സംസ്ഥാന ജില്ലാതല യോഗം ചേർന്നു. ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഉത്സവം നടക്കുന്ന ഏപ്രിൽ 23 പുലർച്ചെ 6 മുതൽ. രാജാക്കാട്ടിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചത് തമിഴ്നാട് സ്വദേശികളായ 7 വയസ്സുകാരി സന, റിജീന എന്നിവർ. പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നുള്ള കോൺഗ്രസിന്റെ ന്യായപത്ര പ്രകടന പത്രികയിലെ പരാമർശം ജനങ്ങളെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന സംയുക്ത കർഷക സമിതി. ഇതിനെതിരെ 17-ന് ജില്ലയിലുടനീളം കർഷകരെ അണിനിരത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ. കേരളത്തിലേക്കുള്ള മലയോര പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് നിവാസികൾ. ഉടൻ റോഡ് യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന 25 ഗ്രാമങ്ങളുടെ കൂട്ടായ്മ. ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത് നെടുങ്കണ്ടം തേവാരം പാതയുടെ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട. വിശദമായ വാർത്തകളിലേക്ക്. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്ന അന്തർ സംസ്ഥാന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഉത്സവം നടക്കുന്ന ഏപ്രിൽ 23 പുലർച്ചെ 6 മുതൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെയും തേനി ജില്ലാ കളക്ടർ RV ഷാജീവനയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. ഭക്തരുടെ സുരക്ഷയ്ക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാവനതയ്ക്കും മുൻതൂക്കം നൽകി പരിസ്ഥിതി സൗഹൃദ ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ 4 മണി മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ, സഹായികൾ എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും. 5 മണിയോടെ ട്രാക്ടറുകളിൽ ഭക്ഷണവും കയറ്റിവിടും. ഓരോ ട്രാക്ടറുകളിലും 6 പേരിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ട്രാക്ടറുകളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2:30 ശേഷം ആരെയും മലമുകളിലേക്ക് കയറ്റിവിടില്ല. വൈകിട്ട് 5:30 ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കുകയുമില്ല. RTO നിഷ്കർഷിക്കുന്ന തുക മാത്രമേ ട്രിപ്പ് വാഹനങ്ങൾ ഭക്തരിൽ നിന്നും ഈടാക്കാൻ പാടുള്ളൂ. ഇത് സംബന്ധിച്ച് നിരക്ക് ഉടൻ പ്രസിദ്ധീകരിക്കും. ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ കുടിവെള്ളമോ മറ്റു ഭക്ഷണ സാധനങ്ങളോ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഓഫ് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമായ 4 ചക്ര വാഹനങ്ങൾ മാത്രമേ അനുവദിക്കൂ. ഇരുചക്ര വാഹനങ്ങൾ അനുവദിക്കില്ല. മദ്യം, മാംസഭക്ഷണം എന്നിവയും അനുവദിക്കില്ല. ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. 23/4/24 രാവിലെ 4 മണി മുതൽ 6 മണി വരെ ഉദ്യോഗസ്ഥരും അതിനുശേഷം 6 മണിക്ക് ശേഷം ഭക്തജനങ്ങളുമാണ് ക്ഷേത്രത്തിൻ്റെ ഫോറസ്റ്റ് നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത് മുൻവർഷം ചെയ്തതുപോലെ 6 ട്രാക്ടറുകൾ പ്രത്യേകിച്ച് ഫുഡ് അതുപോലെയുള്ള പൂജ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് പോകാനുള്ള വെഹിക്കിൾസ് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരത്തെ തന്നെ ഇവരുടെ പാസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ആണ് പോകുന്നത്. 20, 21, 22 തീയതികളിൽ RTOയും പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പോകുന്ന വെഹിക്കിൾസിനുള്ള പാസ് കൊടുക്കും. അന്നേ ദിവസം യാതൊരു തിരക്കും കൂടാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് എല്ലാ ടാക്സികൾക്കും അതുപോലെ ഇത് മുകളിലേക്ക് പോകുന്ന എല്ലാ വണ്ടികൾക്കും 20, 21, 22 തീയതികളിൽ നമ്മൾ പാസ് കൊടുക്കുന്നതാണ് കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് RTO പാസ് നൽകും. കുമളി ബസ് സ്റ്റാൻഡിൽ ഏപ്രിൽ 20, 21, 22 ദിവസങ്ങളിൽ ഇരു സംസ്ഥാനങ്ങളുടെയും RTOമാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഫിറ്റ്നസ് പരിശോധിച്ചാകും പാസ് അനുവദിക്കുക. സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം, അസ്ക ലൈറ്റ് എന്നീ സൗകര്യങ്ങളോടെ കൊക്കരക്കണ്ടത്ത് ദുരന്ത ലഘൂകരണ യൂണിറ്റ് പ്രവർത്തിക്കും. പ്രഥമ ശുശ്രൂഷ നൽകാൻ മെഡിക്കൽ സംഘം, കാർഡിയോളജിസ്റ്റ് എന്നിവരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും മലമുകളിൽ ഏർപ്പെടുത്തുമെന്ന് തേനി ജില്ലാ കളക്ടർ RV ഷാജീവന പറഞ്ഞു.
கடந்த ஆண்டு நம்ம அரசு மாவட்ட நிர்வாகம் சார்பிலையும் இவங்களுக்கு உணவுகள் ஏற்பாடு பண்ணியிருந்தோம். இந்த ஆண்டு கூடுதலாக வரக்கூடிய பக்தர்களுக்கு உணவு போன்ற ஏற்பாடுகள் வந்து மாவட்ட நிர்வாகம் சார்பிலையும் வந்து ஏற்பாடு செய்கிறதா இருக்கும். இது போக நம்ம வந்து மருத்துவத்துறையிலிருந்து கூடுதலாக ஹெல்த் போஸ்ட் போட்டுட்டு ஸோ அதில் ஏதாவது பக்தர்களுக்கு எந்த இடைஞ்சல்களும் ஏற்படக்கூடாது, மருத்துவ ரீதியான அவர்களுக்கு ஏதாவது பிரச்சனைகள் இருந்தால் அதையும் நம்ம பார்க்கணுன்றதுனால கூடுதலாக செக் போஸ்ட் இது மாதிரியான ஹெல்த் போஸ்ட்டும் போட்டிருக்கோம். இது போக தண்ணீர் லாஸ்ட் டைம் நம்ம வந்து 5 லிட்டர் கேன்ஸ் கொடுத்தோம் மேலே போன பக்தர்களுக்கு. அதே மாதிரி இந்த ആണ്ടും நம்ம 5 ലിറ്റർ ക്യാൻസ് അറേഞ്ച് പண்றோம், കൂടുതലാக അറേഞ്ച് പண்றோം. കുടിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ ജലവകുപ്പിന് യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുമളിയിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യം സജ്ജമാക്കുവാനും ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുവാനും പ്രവർത്തനക്ഷമമല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുവാനും കുമളി ഗ്രാമപഞ്ചായത്തിന് യോഗം നിർദ്ദേശം നൽകി. ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ, ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ്, തേനി ജില്ലാ പോലീസ് മേധാവി ആർ ശിവപ്രസാദ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പാട്ടീൽ സുയോഗ് സുഭാഷ് റാവു, മേഘമല വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് ഡി ആനന്ദ്, തേനി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ സമർത്ഥ, ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജാക്കാട്ടിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ 7 വയസ്സുകാരി സന, റിജീന എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ആശുപത്രികളിലേക്ക് മാറ്റി. രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിലെ കൊടും വളവുകളും വലിയ ഇറക്കവുമുള്ള ഭാഗത്ത് വെച്ച നിയന്ത്രണം നഷ്ടമായ ബസ് റോഡിൽ മറിയുകയായിരുന്നു. കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 7 വയസ്സുകാരി സന, റിജീന എന്നിവരാണ് മരിച്ചത്. ഉടൻ തന്നെ ഓടിക്കൂടിയവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പണി കാര്യങ്ങളുമായിട്ട് നിൽക്കുമായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അന്നേരമാണ് ഒരു ബസ് മുകളിൽ നിന്ന് വളരെ കൺട്രോൾ തെറ്റി വളരെ സൗണ്ടിൽ വരുന്നു. പെട്ടെന്ന് അയ്യോ ഒന്ന് ഞങ്ങളൊന്ന് വിളിച്ചു. അന്നേരത്തേനും വഴിയിൽ ഇറങ്ങിയപ്പോഴത്തേനും ഇവിടുന്ന് സൗണ്ടിൽ കേട്ടു. ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വഴിയിൽ കിടക്കുന്നത് കുറച്ച് ഈ തലയോട്ടിയുടെ തലച്ചോറായിരുന്നു കിടക്കുന്നത്. ഉടനെ ഞങ്ങൾ വണ്ടിയുടെ പുറകിലത്തെ ചില്ല് തല്ലി പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാം പുറത്തെടുത്തിട്ട് അന്നേരം തന്നെ സിറ്റിയിലേക്ക് വിളിച്ച് പറഞ്ഞ് ഓട്ടോയും ജീപ്പും എല്ലാം വരാൻ പറഞ്ഞു. ആരെങ്കിലും വിളിച്ച് 2 ആംബുലൻസ് വരാൻ പറഞ്ഞു. മരിച്ച 2 പേരും അപകടത്തിനിടെ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു. തമിഴ്നാട് ശിവഗംഗയിൽ നിന്നുള്ള 23 പേരടങ്ങുന്ന ടൂറിസ്റ്റ് സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നുള്ള കോൺഗ്രസിന്റെ ന്യായപത്ര പ്രകടന പത്രികയിലെ പരാമർശം ജനങ്ങളെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംയുക്ത കർഷക സമിതി. ഇതിനെതിരെ 17 ജില്ലയിലുടനീളം കർഷകരെ അണിനിരത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 17-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മറയൂർ, മൂന്നാർ, ആനച്ചാൽ, മാങ്കുളം, പൂപ്പാറ, ചെമ്മണ്ണാർ, കൂട്ടാർ, ഇരട്ടയാർ, കാഞ്ചിയാർ, കഞ്ഞിക്കുഴി, കൊന്നത്തടി, അറക്കുളം, കുമളി, വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, പെരുവന്താനം, കാളിയാർ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. എം മണി MLA ഉൾപ്പെടെ സംയുക്ത കർഷക സമിതിയുടെ വിവിധ നേതാക്കൾ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കും. ഗാഡ്ഗിൽ, ബഫർ സോൺ, HRML ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതിനാൽ പുതിയ പ്രകടന പത്രികയിലൂടെ കർഷക ജനദ്രോഹ നയങ്ങൾ ഒളിച്ചു കടത്താനാണ് കോൺഗ്രസിന്റെ ഗൂഢനീക്കമെന്നും കർഷക സമിതി നേതാക്കൾ ആരോപിച്ചു. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ ഇവിടെ കൊല്ലപ്പെടുന്ന വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് ബോഡി എടുത്തുകൊണ്ട് പോകാനും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയൊക്കെ ശ്രമിച്ചവർ തങ്ങളുടെ സ്ഥാനം ഇതിനു വേണ്ടിയിട്ടൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. ഇപ്പോഴാണ് അവരുടെ ഔദ്യോഗിക പ്രകടന പത്രിക പറയുകയാണ് വനഭൂമിയുടെ വനവിസ്തൃതി വർദ്ധിപ്പിക്കും, മനുഷ്യന് തുല്യമായിട്ടുള്ള പരിഗണന വന്യജീവികൾക്ക് കൊടുക്കുമെന്നുള്ള പ്രകടന പത്രികയുമായി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഷേധം ഉളവാക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണവും നടത്തണം എന്ന് തന്നെയാണ് കർഷക സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. സംയുക്ത കർഷക സംഘടനകളുടെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത് ഇടുക്കി ജില്ലയിലെ 16 കേന്ദ്രങ്ങളിൽ ഈ വരുന്ന 17-ാം തീയതി ഏപ്രിൽ മാസം 17-ാം തീയതി പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സംയുക്ത കർഷക സംഘടനകളുടെ ഭാരവാഹികളുടെ യോഗം ചേർന്ന് എടുക്കുന്ന തീരുമാനമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് കൃഷിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ വിഷയത്തിൽ സംയുക്ത കർഷക സംഘടന ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
മലയോര ജില്ലയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് വനവിസ്തൃതി വ്യാപിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും പരിസ്ഥിതി അതോറിറ്റിയും ഹൈലെവൽ കമ്മിറ്റിയും രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ജില്ലയിലുടനീളം സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസ് എംപിമാരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞാണ് കേന്ദ്ര നേതൃത്വം പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നും ഇവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംയുക്ത കർഷക സമിതി ഭാരവാഹികളായ റോമിയോ സെബാസ്റ്റ്യൻ, TC കുര്യൻ, ബിജു ഐക്കര, സിനോജ് വള്ളാടി എന്നിവർ പങ്കെടുത്തു. കേരളത്തിലേക്കുള്ള മലയോര പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് നിവാസികൾ. ഉടൻ റോഡ് യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് 25 ഗ്രാമങ്ങളുടെ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി. നെടുങ്കണ്ടം തേവാരം പാതയുടെ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരം പാതയാണ് തേവാരം പാത. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനം വകുപ്പ് അടയ്ക്കുകയായിരുന്നു. 1981 റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു. പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല. ഇതോടെയാണ് റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട തേവാരത്തെ 25ഓളം ഗ്രാമങ്ങളുടെ പ്രതിനിധികൾ ഒന്നിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. போட வேண்டும் என்ற எங்களுடைய நீண்ட நாள் கோரிக்கை 2005 போராடிக்கிட்டு இருக்கிறோம். அந்த போராட்டம் சீக்கிரத்தில் வெற்றி அடையும் நினைக்கிறோம். அப்படி வெற்றி அடையலைன்னா நாங்க அசம்பிளி எலெக்ஷனை புறக்கணிக்கிறதுக்கு நாங்க தயாரா இருக்கிறோம். നെടുങ്കണ്ടം ഉടുമ്പൻചോല മേഖലയിലെ ആളുകളും യോഗത്തിൽ പങ്കെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു. ചക്കുളത്തിമേട് തേവാരം റോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു യോഗം ആളുകൾ ചേർന്നിരിക്കുന്നത്. ഉടുമ്പൻചോലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് ഈ തേവാരം മെട്ട് വഴിയുള്ള ഈ ഒരു റോഡ്. ഏകദേശം 3.5-4 കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് ചുരം കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് തേവാരത്ത് എത്തിച്ചേരാൻ പറ്റും. മറ്റ് പാതകൾ, ഉടുമ്പൻചോലയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റു പാതകൾ വളരെ ദൂരത്തിൽ ചുരം കയറിയെങ്കിൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഏകദേശം ഉടുമ്പൻചോലയിൽ നിന്നും 500ഓളം വാഹനങ്ങൾ തൊഴിലാളികളെ ഉടുമ്പൻചോല പരിസര പ്രദേശങ്ങളിൽ എത്തിക്കുന്നുണ്ട് ദിവസവും. റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈറേഞ്ചുകാർക്ക് വേഗത്തിൽ എത്താനാവും. തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ചരക്ക് നീക്കത്തിനും ഇത് ഗുണകരമാകും. വണ്ടൻമേട് ചേറ്റുകുഴിയിൽ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിന് ചികിത്സാ സഹായം തേടുന്നു. കഴിഞ്ഞ മാർച്ച് 24 മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിവരും വഴിയാണ് ചേറ്റുകുഴിയിൽ വെച്ച കാട്ടെഴുത്ത് കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ബസ്സുമായി കൂട്ടിയിടിച്ചത്. ജോസഫ് വർക്കി, ഭാര്യ മോളി, മകൻ എബി, മകന്റെ ഭാര്യ അമലു, ഇവരുടെ മകളായ ആമി എൽസ എബി, മകൻ എയ്ഡൻ എബി എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ചേറ്റുകുഴി മാർ ഇവാനിയോസ് ബദനി പബ്ലിക് സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയായിരുന്ന ആമി എൽസ എബി അന്ന് തന്നെ മരിച്ചിരുന്നു. മറ്റുള്ളവർ ഇപ്പോൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ചികിത്സയും തുടർന്നുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ച് നടത്തുന്നതും സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിലും മാത്രമല്ല പുതിയ ജീവിതത്തിലേക്ക് അവർ കടന്ന് ചുവടുവെക്കുമ്പോഴും നഷ്ടപ്പെട്ട മകളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആയിട്ടാണ് അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനി വരിക. അപ്പോൾ അവരെ എല്ലാ വിധത്തിലും സഹായിക്കുക, സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട്. അതെല്ലാവരും വലിയ സന്തോഷത്തോടുകൂടി തന്നെ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഒത്തിരിയധികം ആളുകൾ ഈ ദിവസങ്ങളിൽ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് അവർക്ക് സഹായം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ജോയിൻ്റ് അക്കൗണ്ട് രൂപീകരിച്ച് അതിലേക്ക് പണം സമാഹരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സുമനസ്സുകളുടെയും സഹായം ഈ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരിൽ എയ്ഡൻ എബി ഒഴികെ മറ്റാരും പൂർണ്ണമായും അപകടനില തരണം ചെയ്തിട്ടില്ല. തുടർ ചികിത്സയ്ക്കായി 40 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. ബന്ധുക്കളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ട് നീങ്ങുന്നത്. ഇവർക്ക് പൊതുസമൂഹത്തിന്റെ സഹായം കൊണ്ട് മാത്രമേ ഇനി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇവരെ സഹായിക്കുന്നതിനായി വിവിധ മത, സാമൂഹ്യ സന്നദ്ധ, രാഷ്ട്രീയ, സാംസ്കാരിക, തൊഴിലാളി സംഘടനകൾ ചേർന്ന് കാട്ടെഴുത്ത് കുടുംബ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ ബദനി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ആമി എൽസ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങേയറ്റം നിർധന കുടുംബത്തിലെ ബാക്കി 5 പേർ
ഈ പത്രസമ്മേളനം നടക്കുന്ന സമയത്തും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു 40 ലക്ഷം രൂപയെങ്കിലും ഇവരുടെ ചികിത്സാ ചെലവിനായി ആവശ്യം വരുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഭക്ഷണം, ഇവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സുമനസ്സുകളുടെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA മണിയാശാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട പുരോഹിതർ, പൊതുപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് കാട്ടേഴത്ത് കുടുംബസഹായ നിധി എന്ന പേരിൽ കുടുംബസഹായ നിധി രൂപീകരിക്കുകയും പൊതുജനങ്ങൾ ഇതിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ ഈ കുടുംബത്തിലെ ഒരാൾ കൂടി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി 4 പേരും ഇപ്പോഴും ചികിത്സയിലാണ്. 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇതിലേക്ക് സുമനസ്സുകളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എത്രയും വേഗം ഇവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കുടുംബസഹായ നിധി രൂപീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ പരമമായ ലക്ഷ്യം. ഇന്നലെയാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായൊരു മാതൃക നമ്മൾ കണ്ടതാണ്. അത്തരം വലിയ നന്മയുള്ള മനസ്സുകളുള്ള മലയാളികളെ സംബന്ധിച്ച്, മറ്റ് ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നിസ്സാരമായിരിക്കും ഞങ്ങൾ കരുതുന്നു. എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഉടുമ്പൻചോല MLA M. മണി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം GK ഫിലിപ്പ് എന്നിവരാണ് രക്ഷാധികാരികൾ. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ്മ ഗോപിനാഥനാണ് ചെയർപേഴ്സൺ. കമ്പംമേട്ട് സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് തിരുവംകുന്നേൽ ജനറൽ കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗം മാത്തുക്കുട്ടി മറ്റപ്പള്ളി സെക്രട്ടറിയുമാണ്. ഇവരുടെ നേതൃത്വത്തിൽ 30 അംഗ ജനറൽ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ചികിത്സാ സഹായനിധി സ്വരൂപിക്കുന്നതിനായി ഫെഡറൽ ബാങ്കിന്റെ പുറ്റടി ശാഖയിൽ ജോയിന്റ് അക്കൗണ്ടും തുടങ്ങി. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം GK ഫിലിപ്പ്, കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ്മ ഗോപിനാഥൻ, ഫാദർ ജോർജ് തിരുവംകുന്നേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം മാത്തുക്കുട്ടി മറ്റപ്പള്ളി, എബ്രഹാം ചാക്കോ കാട്ടെഴുത്ത് എന്നിവർ പങ്കെടുത്തു. രാജ്യത്ത് ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കട്ടപ്പന വള്ളക്കടവിൽ നടന്ന കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരത്വ ഭേദഗതി ബില്ലിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കുന്നത് മതാനുഷ്ഠാനത്തിൽ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം പറമ്പിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ സംഘടിപ്പിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. വർഗീയ കൂട്ടുകെട്ടുകളും ജനദ്രോഹ പ്രവർത്തനങ്ങളും രാജ്യത്തെ വിവിധ മതവിശ്വാസികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ പൗരന്മാർക്ക് പൗരത്വം നൽകുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പൗരത്വ ഭേദഗതി ബില്ലിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടുകൾ തകർക്കുന്നതിന് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യം സമീപകാലങ്ങളിൽ ദർശിക്കാത്ത വിധത്തിലുള്ള വർഗീയ കൂട്ടുകെട്ടുകളും ഫാസിസ്റ്റ് സമീപനവും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ സൗന്ദര്യം മതേതര കാഴ്ചപ്പാടാണ്. എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുപോലെ കാണുവാനും സംരക്ഷിക്കുവാനും അതോടൊപ്പം വിവിധ മതങ്ങളിൽ വിവിധ വിശ്വാസങ്ങളിലായിരിക്കുന്നവർക്ക് അവരവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അതൊക്കെ പ്രചരിപ്പിക്കുവാനുമെല്ലാം അവകാശമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സമീപ ദിവസങ്ങളിൽ കണ്ടൊരു കാഴ്ച, പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി ചട്ടങ്ങൾ രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കി. യോഗത്തിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും CPM-ലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാനെത്തിയ വിനോദ് PC-യെയും പ്രവർത്തകരെയും CPM ഏരിയ സെക്രട്ടറി VR സജി മാലയിട്ട് സ്വീകരിച്ചു. നേതാക്കളായ VR സജി, മാത്യു വാലുമേൽ, TC കുര്യൻ, MC ബിജു, ആൽബിൻ തോമസ്, ഷജി തങ്കച്ചൻ, ലിജോബി ബേബി, ജോയി ഞാവള്ളിയിൽ, PV ജോസ്, K ബിനോയി, സജി വാലുമേൽ, ജോയിച്ചൻ കണ്ണമുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിക്ക് വണ്ടിപ്പെരിയാറിൽ സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. പെഡൽ യുവർ വേ ടു ദ പോൾസ് എന്ന പേരിലാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ
ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം സംഘടിപ്പിച്ച ശേഷമാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി കുമളി ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിച്ചത്. കുമളി ചെക്ക് പോസ്റ്റിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത ബോധവൽക്കരണ സൈക്കിൾ റാലിക്കാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ സ്വീകരണം നൽകിയത്. ഞങ്ങൾ ഇത് ചെയ്തത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാനും അതിൽ സജീവമായി പങ്കെടുക്കാനും നമ്മുടെ ഒരു പൗരൻ്റെ, ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വവും കടമയും നിറവേറ്റാൻ നമ്മളെല്ലാവരെയും ഒന്ന് ഉത്ബോധിപ്പിക്കാനും കൂടി വേണ്ടിയാണ്. വോട്ട് ചെയ്യൂ, ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. കുമളി ചെക്ക് പോസ്റ്റ് മുതൽ വണ്ടിപ്പെരിയാർ വരെയായിരുന്നു ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. കുമളിയിൽ വെച്ച് നടത്തിയ അന്തർ സംസ്ഥാന യോഗത്തിൽ ഇരട്ട വോട്ടിങ്ങിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. കോട്ടയം ഹെഡ് ബൈക്കേഴ്സ് പ്രസിഡന്റ് ജെയിംസിന്റെ നേതൃത്വത്തിൽ നിരവധി അംഗങ്ങൾ ബോധവൽക്കരണ സൈക്കിൾ റാലിയിൽ പങ്കുചേർന്നു. ഉപ്പുതറ 9 ഏക്കർ രാജീവ് ഗാന്ധി കോളനിയിലെ 50ഓളം കുടുംബങ്ങളുടെ പട്ടയം എന്ന സ്വപ്നത്തോട് അധികൃതർ മുഖം തിരിക്കുന്നതായി ആരോപണം. മാറി മാറി വരുന്ന സർക്കാരും ജനപ്രതിനിധികളും വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നതല്ലാതെ പട്ടയം നൽകുന്നതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഉപ്പുതറ 9 ഏക്കർ രാജീവ് ഗാന്ധി കോളനിയിൽ ജനങ്ങൾ താമസിക്കുവാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിലേറെയായി. അന്നു തൊട്ട് ഇന്നുവരെ പട്ടയത്തിനായി കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും പട്ടയം നൽകാമെന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ ജെയിംസ് തേക്കൊമ്പേൽ പറയുന്നു. നിരന്തരം മാറി മാറി വരുന്ന സർക്കാരുകൾ അവർ ആരംഭത്തിലെ ഇതിൻ്റെ പ്ലാനും മറ്റ് വിവരശേഖരണവും ഒക്കെ നടത്തി, സർവേയൊക്കെ നടത്തി പോകുന്നതല്ലാതെ സർക്കാരിൻ്റെ കാലാവധി തീരുമ്പോഴും ഈ കോളനിയിലുള്ള ഒരാൾക്ക് പോലും തങ്ങളുടെ പേരിൽ പട്ടയം കൊടുക്കുവാൻ ബന്ധപ്പെട്ട അധികാര വർഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കലക്ട്രേറ്റ് അടക്കമുള്ള ഓഫീസുകളിലെ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരുടെ കടുത്ത അനാസ്ഥയുടെ ഫലമായിട്ടാണ് ഈ 30 വർഷക്കാലമായിട്ട് പട്ടയത്തിന് കീഴുന്ന ഉപ്പുതറ രാജീവ് ഗാന്ധി ഹൗസിംഗ് കോളനിയിലെ 50 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാതെ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും പ്രഖ്യാപനങ്ങൾ നിരവധിയാണ്. 3-4 സെന്റിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പട്ടയം നൽകാത്തതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളും സ്വാർത്ഥ താൽപര്യങ്ങളും ഉണ്ടെന്നാണ് നാട്ടുകാരുടെയും ആരോപണം. എത്രയും വേഗം പട്ടയം നൽകാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. കടമെടുത്ത് കേരളത്തെ കടക്കണിയിലാക്കി ഇനി വരാൻ പോകുന്ന തലമുറയെ പോലും അധോഗതിയിലേക്ക് നയിക്കുന്ന വളരെ ക്രൂരമായ നയമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK ഷാജി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജാക്കാട് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ കുടുംബസംഗമമാണ് നടന്നത്. സർവീസിൽ നിന്നും വിരമിച്ചവരുടെ ദുരിതങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ എത്തിക്കുക, പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് യൂണിറ്റ് സമ്മേളനങ്ങളും കുടുംബസംഗമങ്ങളും നടത്തി വരുന്നത്. 1,15,000 കോടി രൂപയാണ് നമ്മുടെ റവന്യൂ വരുന്നത്. അതിന് 30,000 കോടി രൂപ പലിശയായി പോയി കഴിഞ്ഞാൽ പിന്നെ ശമ്പളവും പലിശയും ക്ഷേമപെൻഷനൊക്കെ കൊടുക്കാൻ രാഷ്ട്രീയ പൈസ കൊടുക്കും. ബാക്കി ഒരു കാര്യത്തിനും പൈസ ഇല്ല. പിന്നെ കേന്ദ്ര വിഹിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നല്ലാതെ ഈ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വരുമാന മാർഗം പുതിയതായി കണ്ടെത്തേ പറ്റുള്ളൂ. അങ്ങനെ കണ്ടെത്താൻ കഴിയാതിരുന്നാൽ ഈ കടം ഇതുകൊണ്ട് 30,000 കോടി എടുക്കാന്ന് പറഞ്ഞില്ലേ, 4 ലക്ഷം കോടി രൂപയാണ് ഇതിനുള്ള കടമെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 4 കോടി 35 ലക്ഷം രൂപ. പലിശ 30,000 ആണെങ്കിൽ 35,000 കോടിയാവും. അപ്പം കടമെടുത്ത് കേരളത്തെ കടക്കെണിയിലാക്കി ഈ വരുന്ന തലമുറയെ പോലും, ഇനി വരാൻ പോകുന്ന തലമുറയെ പോലും അധോഗതിയിലേക്ക് നയിക്കുന്ന വളരെ വളരെ ക്രൂരമായ ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. രാജകുമാരിയിൽ നടന്ന രാജാക്കാട് യൂണിറ്റ് സമ്മേളനത്തിൽ ഇടുക്കി രൂപതയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടി സർവീസിൽ നിന്നും വിരമിച്ച ജോസ് അലനോലിക്കലിനെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു.
യൂണിറ്റ് പ്രസിഡന്റ് EK രവിയുടെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ യൂണിറ്റ് സെക്രട്ടറി കിങ്ങിണി രാജേന്ദ്രൻ, കുമാരി കൊച്ചുതെരേസ്യ പൗലോസ്, റോയി ചാത്തനാട്ട്, ജോഷി കന്യാക്കുഴി, ബെന്നി പാലക്കാട്ട്, ബോസ് പുത്തയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതറ 10 ഏക്കർ വട്ടപ്പാറ റോഡിൽ കലുങ്ക് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 300ഓളം വീട്ടുകാർ ആശ്രയിക്കുന്ന ഈ റോഡിൽ കലുങ്ക് വേണമെന്ന ആവശ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മഴക്കാലമായാൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ച് വേണം ഇവർക്ക് ഉപ്പുതറയിൽ എത്താൻ. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളുമായി ബന്ധിപ്പിച്ച 10 ഏക്കർ വട്ടപ്പാറ ലോണ്ട്രി MLA റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡിനാണ് കലുങ്ക് വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ലോണ്ട്രി, പൊരികണ്ണി പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് എളുപ്പത്തിൽ ഉപ്പുതറ ടൗണിൽ എത്താനും സ്കൂളുകൾ, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, ബാങ്കുകൾ, റേഷൻ കട മുതലായ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഏറ്റവും എളുപ്പമാർഗവും ഈ റോഡാണ്. എന്നാൽ ഇവിടെ ഒരു കലുങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ആളുകൾ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. പഞ്ചായത്ത്, പോസ്റ്റ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ ഒരു 2.5-3 കിലോമീറ്റർ കൊണ്ട് പോകാവുന്ന ഈ റോഡ് വെള്ളപ്പൊക്കം വരുമ്പോൾ 8-9 മൈൽ ചുറ്റി പോകേണ്ട ഗതികേടാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. ജില്ലാ പഞ്ചായത്തിന് SC ഫണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഫണ്ടില്ല എന്ന് പറയുകയും ഇത് SC കോളനി ആയതുകൊണ്ട് ഇതിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിന് മുമ്പോട്ട് ഇറങ്ങിയത്. എന്നാൽ ഇപ്പോൾ കട്ടപ്പന SC ഓഫീസർ ഒരു കാരണവശാലും ഇത് ഫീസിബിലിറ്റി തരാൻ പറ്റുകയില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ SCയുടെ വീടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഫീസിബിലിറ്റി തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയാനെ. മഴക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായാൽ വട്ടപ്പാറ ഭാഗത്തുകൂടി സ്കൂൾ കുട്ടികൾക്കും രോഗികൾക്കും മറ്റും വളരെ ദൂരം ചുറ്റി വേണം ഉപ്പുതറയിലെത്താൻ. നാട്ടുകാരുടെ ശ്രമഫലമായി ചെറിയ കലുങ്ക് നിർമ്മിച്ചെങ്കിലും മഴയിലും വെള്ളപ്പൊക്കത്തിലും കലുങ്ക് ഒലിച്ചുപോയി. ഒടുവിൽ ജില്ലാ പഞ്ചായത്തിന്റെ SC ഫണ്ട് ഉപയോഗിച്ച് കലുങ്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ കട്ടപ്പന SC ഓഫീസർ അനുമതി നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മന്ത്രി, MLA, ത്രിതല പഞ്ചായത്തുകൾ എന്നിവയുടെ അനുമതിയുണ്ടായിട്ടും ധിക്കാരപരമായാണ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. മഴക്കാലത്തിന് മുന്നേ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട മേഖലയിൽ കലുങ്ക് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. കട്ടപ്പന NSS കരയോഗത്തിൽ വിഷുക്കണി ഒരുക്കി. കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്ത എല്ലാവർക്കും വിഷു കൈനീട്ടവും നൽകി. കട്ടപ്പന NSS കരയോഗത്തിൽ വിപുലമായ രീതിയിലാണ് വിഷു ആഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികൾ കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പുരാണവുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ വിഷുവിനെ സംബന്ധിച്ചുണ്ട്. സൂര്യൻ നേരെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതുപോലെ തന്നെ രാത്രിയും പകലും തുല്യമായുള്ള ദിവസം. ഇങ്ങനെ നിരവധി വിശേഷങ്ങൾ വിഷുവിനെ സംബന്ധിച്ചുണ്ട്. വിഷുവിന് ഐശ്വര്യപൂർണ്ണമാകുക എന്നുള്ളതാണ് വീട്ടിലെ മുതിർന്ന കാരണവന്മാരിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങിക്കൊണ്ട ദിവസം ആരംഭിക്കുന്നു. ഐശ്വര്യപൂർണ്ണമായ ഒരു പുതുവർഷമാണ് വിഷു. കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വിഷു കൈനീട്ടവും നൽകി. സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ, വൈസ് പ്രസിഡന്റ് അജിത് K മുരളീധരൻ, വനിതാ സമാജം പ്രസിഡന്റ് മീനാക്ഷിയമ്മ ആനിവേലിൽ, സെക്രട്ടറി ഉഷ ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ISI ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറിമണി നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ പെന്നി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ ISI ബാച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് യാത്രയയപ്പ് നൽകിയത്. കൂടാതെ 10ാം ക്ലാസിന്റെ ഫെയർവെല്ലും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് PJ സേവ്യർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി കുട്ടികൾക്ക് ഗ്രാജുവേഷൻ മൊമെന്റോ വിതരണം ചെയ്തു. കൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി എന്ന് കവി പാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ മിന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുഭവപ്പെട്ടവരായതുകൊണ്ടാണ് മിന്നുന്നത്. നിങ്ങൾ കൊള്ളയായ പഴങ്ങളല്ല, നിങ്ങൾ കാമ്പുള്ള, കരുത്തുള്ള, ശേഷിയുള്ള, ക്ഷേമുഷിയുള്ള, മിടുക്കികളായ ആളുകളാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടിനെയും പാടിയിരിക്കുന്നത്. മലങ്കര സെന്റ് പോൾസ് ദേവാലയ വികാരി ഫാദർ അനിൽ ഈപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം, പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചടങ്ങിൽ കുട്ടികളുടെ മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗുരേത്തി പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മരിയ ഗുരേത്തിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മുൻ വികാരി ഫാദർ ജോസഫ് മേനമൂട്ടിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു. വിശുദ്ധ മരിയ ഗുരേത്തിയുടെ നാമധേയത്തിലുള്ള മുരിക്കുംതൊട്ടി കത്തോലിക്ക പള്ളിയിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാളിനാണ് കൊടിയേറിയത്. മുൻ ഇടവക വികാരി ഫാദർ ജോസഫ് മേനമൂട്ടിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അമ്പപ്രദക്ഷിണം, തിരുനാൾ കുർബാന, കുരുവിള സിറ്റി കപ്പേളയിലേക്ക് പ്രദക്ഷിണം, തിരുനാൾ സന്ദേശം, സ്നേഹവിരുന്ന് എന്നിവ നടക്കും. ഇടവക വികാരി ഫാദർ തോമസ് പുത്തൻപുരിയിൽ, അസിസ്റ്റന്റ് വികാരി ജോസഫ് പാലത്തിങ്കൽ, കൈക്കാരന്മാരായ ജോർജ് തെക്കേ വീട്ടിൽ, ദേവസ്യ പുല്ലാട്ട്, ജോസഫ് തുമ്പനിരപ്പിൽ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകും. ചരിത്രപ്രസിദ്ധമായ പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ഏപ്രിൽ 3 മുതൽ 12 വരെയാണ് ഉത്സവം നടന്നത്. പീരുമേട് താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ നിന്നുമുള്ള നിരവധി ഭക്തജനങ്ങൾ ഉത്സവ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ വേനൽക്കാല വസതിയായ അമ്മച്ചിക്കൊട്ടാരത്തോട് അനുബന്ധിച്ചാണ് ചരിത്രപ്രസിദ്ധമായ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പീരുമേട്ടിൽ നിർമ്മിച്ചത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രമുള്ളത്. ഇടുക്കി ജില്ലയിലെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നായ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായുള്ള വെണ്ണകൃഷ്ണ വിഗ്രഹം ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ഉത്സവത്തിന് ഏപ്രിൽ 3-ാം തീയതിയാണ് കൊടികയറിയത്. തുടർന്ന് 10 ദിവസങ്ങൾ നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചു. സമാപന ദിവസം രാവിലെ ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് ആറാട്ട്, വൈകുന്നേരം 4 മണിക്ക് ആറാട്ട് പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം രാത്രി 8 മണിയോടുകൂടി പറയെടുപ്പ് നടന്നു. തുടർന്ന് കുഴുവൻകുളം സുനിൽമാരാരും സംഘവും നടത്തിയ പഞ്ചവാദ്യവും ഇളമ്പള്ളി ബൈജുവും സംഘവും നടത്തിയ പാണ്ടിമേളവും നടന്നു. രാത്രി 12 മണിയോടെ പൂഞ്ഞാർ ദേവകല അവതരിപ്പിച്ച സത്യവാൻ സാവിത്രി എന്ന നൃത്തനാടകവും ഒരുക്കിയിരുന്നു. പീരുമേട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ അരുൾമിഗു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയിറങ്ങും. തമിഴ് ആചാര അനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന ക്ഷേത്രം ഉത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും മറ്റനേകം ജനവിഭാഗങ്ങളുടെയും അനുഗ്രഹദായിനിയായി പശുമല എസ്റ്റേറ്റിൽ കുടികൊള്ളുന്ന അരുൾമിഗു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾക്കാണ് തുടക്കമായത്. ഏപ്രിൽ 5-ന് കൊടികയറിയതോടെയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. 12, 13, 14 ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ നടക്കുക. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം 3 മണിയോടെ ഭക്തജനങ്ങൾ പശുമല ആറ്റോരം ഭഗവതി ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്നും വ്രതമെടുത്ത ഭക്തജനങ്ങൾ ശക്തികരകം, അമ്മൻകുടം, താലപ്പൊലി, മാവിളക്ക്, തീച്ചട്ടി എന്നിവ നെയ്യാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി മാരിയമ്മൻ ക്ഷേത്രത്തിലെത്തി. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം മഹാ അന്നദാനവും നടന്നു. തുടർന്ന് വയലിൻ കച്ചേരിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
ഞായറാഴ്ച വെളുപ്പിനെ പള്ളി ഉണർത്തൽ, തുടർന്ന് ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾ, വഴിപാടുകൾ എന്നിവയ്ക്ക് ശേഷം 9 മണിയോടുകൂടി മഹാപൊങ്കാല നടക്കും. തുടർന്ന് പശുമല മുനിയാണ്ടി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കാവടി, പാൽക്കുടം, ശൂലം കുത്തൽ, അമ്മൻകുടം എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തും. തുടർന്ന് മഹാ അന്നദാനവും നടക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടിയിൽ താമസിക്കുന്ന അനുഗ്രഹീതയായ ചിത്രകാരിയാണ് കുഞ്ഞുമോൾ വർക്കി കുന്നക്കാട്ട. ചെറിയ പ്രായത്തിൽ ചിത്രരചന പഠിച്ച ഈ വീട്ടമ്മ 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പള്ളികളിൽ കുഞ്ഞുമോൾ വരച്ച നിരവധി ചിത്രങ്ങളുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഈ വീട്ടമ്മ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് താൻ വരച്ച ഛായാചിത്രം സമ്മാനിക്കുകയുണ്ടായി. കോട്ടയത്ത് സ്കൂൾ ഓഫ് ആർട്സിൽ പോയി പെയിൻറ്റിങ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഡിപ്ലോമ എടുത്തു. അതിനുശേഷം തിരിച്ചു വന്ന് കുറേയധികം പോർട്രേറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാച്ചന് രാഷ്ട്രപതി ഭവനിൽ ഈ ജാതി കൃഷിക്ക് വേണ്ടി ഒരു ദേശീയ അവാർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ അവർ രാഷ്ട്രപതി ഭവൻ സന്ദർശിച്ചപ്പോൾ ഗിഫ്റ്റായിട്ട് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പ്രണബ് മുഖർജിയുടെ ചിത്രം വരച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, ഒരു ഗിഫ്റ്റായിട്ട്. അതെനിക്ക് വളരെ സന്തോഷമുണ്ടായി. അവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പോയായിരുന്നു ആ പടം ചെയ്തിട്ട്. മാതൃകാ കർഷകനായ തന്റെ പിതാവ് കൊമ്പടിഞ്ഞാൽ പുന്നത്താനത്ത് വർക്കിക്ക് ജാതികൃഷിയിൽ ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കാൻ അവസരം ലഭിച്ചപ്പോഴാണ് കുഞ്ഞുമോൾ രാഷ്ട്രപതിയുടെ ചിത്രം വരച്ച് സമ്മാനിച്ചത്. പണിക്കൻകുടി ക്യൂൻ മേരി പബ്ലിക് സ്കൂളിലെ ചിത്രകലാ അധ്യാപിക കൂടിയാണ് കുഞ്ഞുമോൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്ക ലേല വിവരം. ആകലോട്ട് 106, വിൽപ്പനയ്ക്ക് വന്നത് 21,758, വിൽപ്പന നടന്നത് 21,563. കൂടിയ വില 1,963, ശരാശരി വില 1,542. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 555 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 325, ഗ്രാമ്പു 925, കൊക്കോ 230, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,650 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിന് മുന്നോടിയായി ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ അന്തർ സംസ്ഥാന ജില്ലാതല യോഗം ചേർന്നു. ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഉത്സവം നടക്കുന്ന ഏപ്രിൽ 23 പുലർച്ചെ 6 മുതൽ. രാജാക്കാട്ടിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശികളായ 7 വയസ്സുകാരി സന, റെജീന എന്നിവർ. പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നുള്ള കോൺഗ്രസിന്റെ ന്യായപത്ര പ്രകടന പത്രികയിലെ പരാമർശം ജനങ്ങളെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംയുക്ത കർഷക സമിതി. ഇതിനെതിരെ 17-ന് ജില്ലയിലുടനീളം കർഷകരെ അണിനിരത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ.
കേരളത്തിലേക്കുള്ള മലയോര പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് നിവാസികൾ. ഉടൻ റോഡ് യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന 25 ഗ്രാമങ്ങളുടെ കൂട്ടായ്മ. ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത് നെടുങ്കണ്ടം തേവാരം പാതയുടെ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.